2 ദിവസത്തെ ടൈം തന്നു, ഒന്നും സംഭവിച്ചില്ല. ഇനിയിപ്പൊ കളിപ്പിക്കാൻ നോക്കിയാ തിന്നുകളയോ? ഡൗട്ടാ? അതൊക്കെ പോട്ടെ, അന്നെന്തോ പറഞ്ഞല്ലോ 4 പേരെ തട്ടിക്കളയുന്നൊക്കെ, എന്നിട്ടൊന്നും നടന്നില്ലല്ലേ? അതിനു വേണ്ടി തന്നെ ഞാൻ പോകുന്നത്. ആഹാ, ആരാണോ? എക്സ്ക്യൂസ് മീ, നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നത്? എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നു, അവനെ കാണാനാ. ഫ്രണ്ട് കോൾ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കേ. ഹലോ. ദേവയാടാ, എന്നോട് വരാൻ പറഞ്ഞില്ലേ? ഞാൻ വന്നു. ഒന്ന് ചുമ്മാ ഇരടാ, ഞാൻ വിളിച്ചോടനെ ദേവ ഇവിടെ വരുമോ? നീ എന്നെ കുരങ്ങളിപ്പിക്കാ, ഒക്കെ ഞാൻ മനസ്സിലാക്കി തരാവടാ. ഞാൻ വിളിച്ചോടനെ വരാൻ ദേവ എന്താ ചൊറിയും കുത്തിരിക്കുകയാണെന്നാണ് കരുതിയേ? നിക്കടാ അവിടെ. എവിടാ നീ? ദേവ ഇവിടെ നിൽക്കുവാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. അണ്ണാ, എന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? ശരിക്കും നീ ആരാ? പറയടാ. വേണ്ട, നീ എന്തായി കാണിക്കുന്നേ? നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? പറയടാ. 10 മാസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി വിശാഖപട്ടണത്തിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഒരു ബസ് പുറപ്പെട്ടു. അതിൽ യാത്രക്കാരുടെ കൂട്ടത്തിൽ 2 പേരുണ്ടായിരുന്നു. മറന്നോ നീ? സത്യത്തിൽ നീ ആരാന്ന് പറ. സത്യ. നിനക്ക് വേദനിച്ചല്ലേ? ഇത്രയും പേരെ ക്രൂരമായി കൊന്ന നിനക്ക് വേദനിക്കുന്നെങ്കിൽ സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നും അറിയാത്ത പാവന്റെ ദീപ്തി, അവൾ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയുള്ളൂ. പറയാനോട്. ദേവാ, എവിടെയാ നീ? അണ്ണ, ഇവൻ എന്നെ ഇപ്പൊ കൊല്ലുവണ്ണ. ആര്? എനിക്കറിയില്ല. എവിടെ ഉണ്ടവൻ? ദേവ എവിടെ ഉണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കണം. എന്നെ ഒന്ന് ചെയ്യല്ലേ പ്ലീസ്. അന്നെന്റെ ദീപ്തിയെ ഒന്നും ചെയ്യല്ലേന്ന് ഇതുപോലെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? അത് നീ കേട്ടിരുന്നു. പ്ലീസ് എന്നെ ഒന്ന് ചെയ്യല്ലേ. ഇത്രയും നാൾ മറ്റുള്ളവരെ കൊല്ലുന്നത് നിനക്കൊരു ഹരമായിരുന്നെങ്കിൽ ഇപ്പൊ മുതൽ നീ നിന്റെ മരണത്തെ ആസ്വദിക്കാൻ പോവാ. ഹാപ്പി ജേർണി. ഹാപ്പി ജേർണി. ఆ ఫ్యాన్ కరగదల నోక. అమ్మా, ఇది నీ పచ్చికి అడిగినోళ్ళ. మీరు సుఖంగా నిద్రపోవాలంటే మేల్కోండి. మీ చుట్టూ జరిగే నేరాల గురించి తెలుసుకోండి. మునిపెన్నడూ